വീണ്ടും ഖത്മ പൂർത്തീകരിക്കുന്നു, വീണ്ടും ഖത്മ തുടങ്ങി വെക്കുന്നു. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തി ആരുണ്ടോ അവനാണ് ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചോദിക്കട്ടെയോ പ്രിയപ്പെട്ട വളഞ്ഞ വഴിയിലുള്ള സഹോദര, ഈ പരിശുദ്ധമായ റമദാൻ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ? റമദാനിൽ ഖുർആൻ തുറക്കുന്നവർ മാത്രമായി നമ്മൾ മാറരുതേ. റമദാനിൽ തുറക്കാതിരിക്കുകയും ചെയ്യരുതേ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ ഏറ്റവും വലിയ പവിത്രത ഖുർആൻ അവതീർണമായതാണ്, ഖുർആൻ ഇറക്കപ്പെട്ടതാണ്. ഖുർആൻ ഇറക്കപ്പെട്ട പവിത്രമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോ നേരത്തെ തന്നെ അതിനുവേണ്ടി ശ്രദ്ധാലുക്കളാകണേ. ഖുർആൻ ഖത്മ തീർത്തു തുടങ്ങണേ, ഖുർആനുമായി ബന്ധപ്പെടണേ. റമദാൻ മാസം പൂർത്തിയാകുമ്പോ ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കണേ സോദര, ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കണേ പെങ്ങളെ. നമ്മുടെ ഇമാമല്ലയോ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും റമദാൻ അല്ലാത്തപ്പോൾ തന്നെ ഒരു ഖത്മ ഓതിയിരുന്നു അത്രേ. റമദാനിലെ കഥയല്ല, റമദാൻ അല്ലാത്ത എല്ലാ ദിവസവും, ഒരു മാസത്തിലല്ല, ഒരു ആഴ്ചയിലല്ല, എല്ലാ ദിവസവും ഒരു ഖത്മ പൂർത്തിയാക്കുമായിരുന്നു അത്രേ. ഒന്ന് ചിന്തിക്കണേ, ഒരു ഫാത്തിഹ പോലും ശരിക്ക് ഓതാത്ത, നിസ്കാരം പോലും ശരിക്ക് നിർവഹിക്കാത്ത, ഒരു ഫാത്തിഹ സൂറത്ത് പോലും ഡെയിലി സ്വന്തമായി പാരായണം ചെയ്യാത്ത, കിടക്കുന്ന സമയത്ത് പോലും ഒരു ഫാത്തിഹ മുഅവ്വിദത്തൈനി ഓതി കൈവെള്ളയിൽ ഊതിയിട്ട് ശിരസ് മുതൽ പാദം കാല് വരെ തടവിടാത്ത സഹോദര സഹോദരി, എല്ലാ ദിവസവും നമ്മുടെ ഇമാം അവറുകൾ ഖത്മ തീർക്കുമായിരുന്നു അത്രേ. തീർന്നില്ല. റമദാൻ കടന്നു വന്നാലോ സുബ്ഹാനല്ലാഹ് 2 ഖത്മ ഓതുമായിരുന്നു അത്രേ. റമദാൻ മുഴുവനല്ല, ഡെയിലി എല്ലാ ദിവസവും ഒക്കെയാണ് ഖുർആൻ ഓത്ത്. നമ്മൾ ഓതു ഉസ്താദെ ഖുൽ അല്ലാഹു അത് 3 പ്രാവശ്യം ഓതിയിട്ട് 2 വട്ടം വിട്ടാൽ മതിയല്ലോ. അങ്ങനെ 2 മൂലർ പറഞ്ഞുകൊണ്ട് പതിക്കറി പിടിച്ചിരിക്കുകയാണ്. ഖത്ത് ഓതുന്നതൊക്കെ ഇപ്പം അങ്ങനെയാ, 3 ഖുൽ അല്ലാഹു ഓതിയിട്ട് സദഖല്ലാഹു മൗലാനല്ലോ. ഏറ്റവും വലിയ ദുആ ഏതാണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ അയ്യു ദുആഇ അഫ്ളലു എന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി സലിൽ അഫ്വ വൽ ആഫിയ, നീ നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തെയും ആരോഗ്യത്തെയും ചോദിക്കണേ നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യം വലിയൊരു വിഷയമാണ്, വലിയൊരു വിഷയം ആരോഗ്യം. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്, പക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു ചോദ്യമുണ്ട്. റബ്ബിനോട് എല്ലാം ചോദിക്കും, വീട് ചോദിക്കും, നല്ല അയൽവക്കം ചോദിക്കും, നല്ല കാറ് ചോദിക്കും, നല്ല മക്കളെ ചോദിക്കും. ഇതൊക്കെ ചോദിച്ചാലും നമ്മൾ മറന്നു പോകും നമ്മുടെ ആരോഗ്യം ചോദിക്കാനാണ്. ആരോഗ്യം നമ്മൾ അവസാനം ചോദിപ്പിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഇൽമിൻ്റെ സദസ്സിലെത്തിയിട്ട് 1000 രൂപ കൊടുത്തിട്ട് സാധേ എൻ്റെ ആരോഗ്യം ഒന്ന് നിലനിർത്തി തരണേ. അങ്ങനെയാണ്. നമ്മൾ സ്വന്തമായി ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്? അത് നമ്മൾ മറക്കും.